ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. നേരത്തെ ഞാനൊരു മത്തങ്ങ എരിശ്ശേരിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു, സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റി. ഇതിപ്പോൾ ഞാൻ പപ്പായ ഉണ്ട്, ഓമയ്ക്ക, പപ്പായ, മത്തങ്ങ എരിശ്ശേരി ഇല്ല, മത്തങ്ങ എരിശ്ശേരി വെക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയതാ. അതേപോലെ ഇരിക്കുന്നുണ്ട്, അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നോക്കാം, ഈ റെസിപ്പിയും വേണമെങ്കിൽ നിങ്ങൾക്ക് സദ്യക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇത് പപ്പായ ഓർ ഓമയ്ക്ക ഓർ കപ്പയ്ക്ക എന്നൊക്കെ പറയല്ലേ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തുകൊണ്ട് വരാം. നമ്മൾ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കത്തില്ല, അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വരാം. പപ്പായ കട്ട് ചെയ്ത് സീഡൊക്കെ കളഞ്ഞ് പീൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിത് 250 ഗ്രാം ഞാൻ ഇതുപോലെ പീൽ ചെയ്ത് സീഡൊക്കെ കളഞ്ഞ് പീൽ ചെയ്തെടുത്തു. ഇതേപോലെ കട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ പീൽ ചെയ്ത് വെച്ചിട്ടേ ഈ ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്ത് പിന്നെ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുക. ഒത്തിരി തിക്കാവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിയും കൂടെ കട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്ത് വരുമ്പം നമുക്ക് കഷ്ണങ്ങളായിട്ട് കിട്ടണം കേട്ടോ. എരിശ്ശേരി എന്ന് വെച്ചാൽ കുക്ക് ചെയ്ത് വെന്തങ്ങ് പോവല്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെന്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണം. അതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ അരിഞ്ഞു. അത് നമുക്ക് കുറച്ച് ടർമറിക് പൗഡറും സ്പൈസി ചില്ലി പൗഡറും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതാണ് അരപ്പിനുള്ള കേട്ടോ. 1/2 കപ്പില്ല, 1/2 കപ്പിൽ താഴെയുള്ളൂ കേട്ടോ. കുറച്ച് തേങ്ങ, പിന്നെ 3 ഗാർലിക്, ചെറിയ ഗാർലിക് മതി കേട്ടോ. 3 ഗാർലിക്, ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, ഗ്രീൻ ചില്ലി, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് വരണം. ലാസ്റ്റ് വറുത്തിടാൻ വേണ്ടി 1/2 കപ്പ് തേങ്ങ, കടുക് വറുക്കാൻ വേണ്ടി കടുക്, മുളക്, കറി ലീഫ്, കോക്കനട്ട് ഓയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് കുറച്ച് ടർമറിക് പൗഡറും ചില്ലി പൗഡറും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു കലത്തിലേക്ക് ഇതിട്ടിട്ടേ അരിഞ്ഞ് വെച്ചത് കലത്തിലോട്ടിട്ടിട്ട് നമ്മൾ കുറച്ച് ടർമറിക് പൗഡറും സ്പൈസി ചില്ലി പൗഡറും 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റവ് ഓൺ ചെയ്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആ തേങ്ങ അരച്ചിട്ട് വരാം. അത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങ കേട്ടോ, തേങ്ങയും ജീരകം, ഗാർലിക് ഒന്ന് ചോപ്പ് ചെയ്തിട്ടിട്ട് ഇതേപോലെ അരച്ചെടുത്തു. പിന്നെ അതിൻ്റെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, 1/2 കപ്പ്. ഇതിപ്പം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് ഇളക്കിയിട്ട് വീണ്ടും വെച്ച് കുക്ക് ചെയ്യാം. ഇതവിടെ കുക്ക് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ തേങ്ങ അരച്ച് വെച്ചു. തേങ്ങ കുറച്ച് വറുക്കാൻ എടുത്ത് വെച്ചിട്ടില്ലേ, അതോടെ അങ്ങ് വറുത്ത് എടുത്ത് വെക്കാം. ഓക്കെ, ചീനച്ചട്ടി ചൂടാക്കിയിട്ട് തേങ്ങ ഇട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ കേട്ടോ, കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം കേട്ടോ. ഇത് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ടോ നോക്കാം നമുക്കൊക്കെ. ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് രണ്ടാവുന്നുണ്ട് കേട്ടോ, ബ്രേക്കായി പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത് കുക്ക് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി വെന്ത് പോകേണ്ടതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് അരച്ച് വെച്ച് അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അരപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഈ അരപ്പും ഈ പപ്പായ എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്ത് വരട്ടെ കേട്ടോ. 2-3 മിനിറ്റ് അത് എല്ലാം കൂടെ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് വരട്ടെ. അരപ്പ് അരച്ചപ്പം മിക്സിയിൽ കഴുകിയെടുത്തൊരു 1/4 കപ്പ് വെള്ളം കേട്ടോ, അതോടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്ത് വരട്ടെ കേട്ടോ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വേഗത്തിൽ വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ അരപ്പൊടി ഇട്ട് കുക്ക് ചെയ്തെടുത്ത് കേട്ടോ. കഷ്ണവും അരപ്പൊടി ഇട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തു. ആ സമയത്ത് നമ്മൾ തേങ്ങയും വറുത്തെടുത്തു. വറുത്ത തേങ്ങ അതിലേക്ക് ഇട്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കേട്ടോ. ഈ വറുത്ത തേങ്ങയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ അടിപൊളി എരിശ്ശേരി റെഡി ഉണ്ടോ. ആ വറുത്ത തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ റെഡി. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് കടുക് വറുത്തതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും കറിയിലേക്കൊക്കെ ഇട്ട് വറുത്തെടുക്കുക. ഓക്കെ, കടുകും മുളകൊക്കെ വറുത്തെടുത്തു. അങ്ങനെ കടുക് വറുത്തതും കൂടി ഞാൻ
കടുവറുത്തേം കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പപ്പായ എരിശ്ശേരി റെഡി. കഷ്ണങ്ങൾ ഒത്തിരി അങ്ങ് ഉടയാതെ ഇതേപോലെ കിട്ടണം കേട്ടോ. അപ്പോഴാണ് ചോറിൽ കൂട്ടി കഴിക്കാൻ രസം. അടിപൊളി കേട്ടോ. ശരിക്കും മത്തങ്ങ എരിശ്ശേരി വെച്ച പോലെ തന്നെയാണ് ഇത് വെച്ചത്. മത്തങ്ങ എരിശ്ശേരി ആണെങ്കിൽ അമ്മ കറക്റ്റ് മെഷർമെൻ്റൊക്കെ പറഞ്ഞു തന്നെയാണ്. ഇത് അതുപോലെ വെച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പപ്പായ എരിശ്ശേരി കുക്ക് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ഇരിക്കണം. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഒത്തിരി വെള്ളം പോലെ ആവല് കേട്ടോ, ഒത്തിരി തിക്കുമാവില്ല. ഈ നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ ആ ഇലയിൽ ഇങ്ങനെ ഇരിക്കണം. ഈ പുള്ളി റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ വേണം എരിശ്ശേരി ഉണ്ടാക്കാൻ കേട്ടോ. ഇങ്ങനെ ഇരിക്കണം. ഇലയിൽ വിളമ്പുമ്പോൾ ഇതേപോലെ ഇരിക്കണം. ഇങ്ങനെ ഒഴുകല്ല്. അടിപൊളിയാട്ടോ. ശരിക്കും ഇതിൽ അമ്മയോ. ഇപ്പം ചെറുതായിട്ട് പഴുത്ത പപ്പയായാലും നല്ലത്. ഇത് പച്ചയായിരുന്നില്ല ഞാൻ ഉണ്ടാക്കി. അടിപൊളിയാട്ടോ. ഞാൻ ചിലപ്പോൾ വിഷുവിനൊക്കെ സദ്യക്ക് ഉണ്ടാക്കും. ഓണത്തിന് മത്തങ്ങ എരിശ്ശേരി എന്ന് പറഞ്ഞ് ഉണ്ടാക്കും. റിയലി യമ്മിയാട്ടോ. പപ്പായായാലും മത്തങ്ങയായാലും അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, കറി വിളമ്പുമ്പോൾ ഇതേപോലെ ഇരിക്കണം. ഇലയിൽ കിടന്ന് ഒഴുകല്ല കേട്ടോ. എസ്പെഷ്യലി സദ്യക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇലയിൽ നമ്മൾ വിളമ്പുമ്പോഴേ എങ്ങനെ ഇരിക്കണേന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചത്. അപ്പോൾ ഇതേപോലെ ഇരിക്കണം സദ്യക്കൊക്കെ, എസ്പെഷ്യലി സദ്യക്കൊക്കെ എരിശ്ശേരി വിളമ്പുമ്പോൾ. ഓക്കെ, അപ്പം ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.